ഹായ് ഹലോ വണ്ടിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഈ വണ്ടി ഏകദേശം ഇറങ്ങിയിട്ട് ഒരു വർഷമായി, ഏകദേശം ഒരു 9-10 മാസത്തിന് മേലായി. അപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് ഒരു 10-35 വണ്ടിൻ്റെ മേലെ ഈ സാധനം തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ഒരു 4-5 മാസത്തിനുള്ളിലായിട്ട്. അപ്പോൾ എന്താ കാരണം എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഓണറായ പ്രദീപേട്ടനോട് തന്നെ ചോദിക്കാം. പ്രദീപേട്ടായി കറക്റ്റായിട്ട് പറഞ്ഞതെന്ന് വിചാരിക്കാം. പ്രദീപേട്ടാ, നമ്മളിപ്പോൾ നിങ്ങൾ ഡ്രൈവർ പണി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാനിപ്പോ ഡ്രൈവർ പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളായി. 10 വർഷത്തെ ഏതൊക്കെ വണ്ടികൾ ഇതിന്റെ ഈ ഈവിന്റെ മുമ്പ് ഓടിച്ചിക്കണേ? ഞാൻ എല്ലാ വണ്ടിയും ഓടിച്ചിരുന്നു. എല്ലാം ഓടിച്ചിക്കണേ. ബജാജ് ആണെങ്കിലും ആപ്പ ആണെങ്കിലും ആപ്പ പാസഞ്ചർ ആണെങ്കിലും കൊട്ടവണ്ടി ആണെങ്കിലും പിന്നെ CNG ആണെങ്കിലും എല്ലാ വണ്ടിയും ഓടിക്കുന്നത്. പെട്രോളും ഡീസലും ഒക്കെ ഓടിച്ചിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ അവസാനാണ് ഇത് EVക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഈ വണ്ടി നിങ്ങൾ എടുത്തിട്ട് ഏകദേശം എത്രയായി? ഏകദേശം ഒരു 9 മാസത്തിനടുത്തായി. ഞാൻ ചോദിക്കാൻ കാരണം, ഞാൻ അങ്ങനെ പോകുമ്പോൾ ഞാൻ കുറെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ട വിചാരിച്ചു തുടങ്ങിയിട്ട്. കാരണം ഈ ഇങ്ങനത്തെ EV വണ്ടി ഇപ്പൊ നമ്മൾ ഈ പ്രദേശത്ത് തന്നെ ഒരു 5-6 മാസമായിട്ട് ഒരു 10-30 വണ്ടിന്റെ മേലെ നമ്മള് വണ്ടികൾ കണ്ട് ഇവിടെ ഒക്കെ ഇറങ്ങിക്കണേ. അതെന്താ കാരണം? അത് ഇപ്പൊ എല്ലാരും ഇപ്പൊ ഇലക്ട്രിക് വണ്ടിയുമ്പോ തന്നെ കൂടാൻ കാരണം എന്താന്നുള്ളത് ഈ വീഡിയോന്റെ അവസാനമാകുമ്പോ താനെ മനസ്സിലാവും. നിങ്ങളത് ഡ്രൈവർ സീറ്റ് കയറിയിരിക്കും. ഞാൻ ഒന്നുകൂടി 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞ് എന്ത് നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ എന്താന്നുള്ളത് ലാസ്റ്റ് പറയാന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തതിന് ശേഷം കറണ്ട് ബിൽ എത്ര മാറ്റുണ്ട്? ആദ്യം എത്ര ആയിരുന്നു? ആദ്യം ഒരു 600-700 സംതിങ് ഒക്കെ വന്നിരുന്നത്. ഇപ്പൊ ഇത് എടുത്തതിന് ശേഷം എത്ര? 4000 എക്സ്ട്രാ വരുന്നുണ്ട്. 4000. അപ്പൊ ഒരു മാസത്തിന് 2000 ഒക്കെ കയറുന്നുള്ളൂ. 2000. അപ്പൊ നമ്മള് സാധാ ഇതിന്റെ ആണ് ഒരു ദിവസം ഓടാൻ ഒരു 250-300 റുപ്യന്റെ ഉള്ളില് അടിക്കേണ്ടി വരും. 9,000 ഡീസൽ തന്നെ ആയി. 9-10 റുപ്യന്റെ മേലെ ഡീസൽ അടിക്കണ്ടാവും നമ്മൾ ഓട്ടത്തിനനുസരിച്ചൊക്കെ. എന്ന സ്ഥാനത്ത് ഇതൊരു മാസത്തിന് 2000 രൂപ വരുന്നുള്ളൂ. അതിന്റെ പുറമെ മെയിൻ്റെനൻസ്, അതിന് കേബിൾ പൊട്ടലും കാര്യങ്ങളും അതൊക്കെ കൂടി വരുമ്പോ ഇതിന് കേബിൾ പോലും പൊട്ടാൻ. അതാണ് ലാഭം. പിന്നെ ഇത് ഫുൾ ചാർജിന് എത്ര ടൈം എടുക്കും? ഫുൾ ചാർജ് 150. അല്ല അതല്ല, റേഞ്ച് അല്ല ചോദിക്കുന്നത്. ചാർജ് ചെയ്യാൻ 3-3.5 മണിക്കൂർ മാക്സിമം. 4 മണിക്കൂർ കിട്ടുക മാക്സിമം. വലിയ പോക്കില്ല. 4 മണിക്കൂർ പിന്നെ 150 കിലോമീറ്റർ ഓടുകയെന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഒരു ദിവസം മതിയാവും. നമ്മളെ ഇപ്പത്തെ ഓട്ടത്തിന് 100 കിലോമീറ്റർ ഒന്നും ഇപ്പൊ ഓട്ടോറിക്ഷക്കാർക്ക് ഓടാനില്ല. കാരണം അത്രയും വണ്ടികളും കാര്യങ്ങളൊക്കെ ആയി. അത് പോട്ടെ, നിങ്ങൾക്ക് കറക്റ്റ് കിലോമീറ്റർ കിട്ടണ്ട. ഇപ്പൊ കമ്പനി പറഞ്ഞപ്പോ, അതായത് നമ്മളെ സാധാ ബജാജ് ഇതൊക്കെ ആണെങ്കിൽ കമ്പനി വരുന്നത് ഒരു 40 ആണെങ്കിൽ നമുക്കൊരു 30-40 ഉള്ളിലൊക്കെ നോക്കിയാൽ മതി. 35 ആ റേഞ്ചിലൊക്കെ കിട്ടുള്ളൂ. അതേമാതിരി ഇപ്പൊ ഇതിന് എത്ര കമ്പനി തരണേ? കമ്പനി ഇതിന് പറയുന്നത് 150 കിലോമീറ്റർ. ആ 150 കറക്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ ഇവിടുത്തെ റോഡിന്റെ പ്രശ്നമാണ്. നല്ല റോഡാണെങ്കിൽ 150 തീർത്തും കിട്ടും. അത് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോ നല്ല റോഡാണ്. എന്റെ വീടിന്റെ അവിടുന്ന് 46 കിലോമീറ്റർ ആണ്. കറക്റ്റ് 46 പോയിന്റ് ആണ് ചാർജ് പോയത്. അതേമാതിരി അവിടുന്ന് കിട്ടും. നമ്മളിവിടെ തന്നെ ഇവിടുന്ന് തിരൂരിക്ക് 10 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് 12-13 പോയിന്റ് ചാർജ് പോകുന്നുണ്ട്. റോഡിന്റെ ആ ഒരു വ്യത്യാസം നമ്മുടെ നാട്ടിൽ ഓടുമ്പോ ഉണ്ടാവും. അതായത് 120-130 ഉള്ളിൽ നമ്മളിവിടെ കിട്ടുള്ളൂ. നല്ല റോഡാണെങ്കിൽ നല്ല റോഡുമേക്ക് പറഞ്ഞ വണ്ടിയാണിത്. അപ്പൊ അതിനുള്ള മാറ്റം ഉണ്ടാവും. പിന്നെ ചോദിക്കാളൂ, പിന്നെ ഇതിന്റെ പരിപാടി എങ്ങനെ? ഇതിന് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ? പറഞ്ഞാൽ നമ്മള് കീ ഓണാക്കി കഴിഞ്ഞാല് ഇവിടെ നമ്പർ കാണിക്കും. ഇതാണ് ഓണ്. ഏത് ഓണായി. ഇനി ഇതിപ്പോ ന്യൂട്രാണ്. ഏത്? ഇതാണ് ബട്ടൺ. ഇതിപ്പോ ഗിയറിലിട്ട് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോകും. ഇത്രേ ഉള്ളൂ. പിന്നെ നിർത്തുമ്പോ ഇത് ന്യൂട്രാക്കുക, ചാവി ഓഫ് ചെയ്യാ. റിവേഴ്സ് ആണെങ്കിൽ ഇതൊന്ന് അടിക്കാക്കുക, നേരെ താഴേക്ക്. ഫ്രണ്ട് 2 ഗിയറേ ഉള്ളൂ. അപ്പൊ ഈ കയറ്റം കാര്യങ്ങളൊക്കെ അത് ഓഫാക്കി. അതല്ല, കയറ്റം വലിന്റെ കാര്യം എങ്ങനെയുണ്ട്? വലിയ നല്ല വലിയ വെച്ചാല് നമ്മളിപ്പോ ഒരു ശരാശരി നമ്മളെ ഈ പ്രദേശം നോക്കാം. നമ്മള് പുൽപ്പറമ്പ് ഭാഗത്ത് നോക്കാം. ഞാൻ 5 ആഴ്ച കേറിക്കണേ. മോഡ് മാറ്റം കേറുന്നില്ലാണ്ടെങ്കിൽ ഈ സാധനം ബൂസ്റ്റിംഗ് തട്ടിക്കഴിഞ്ഞാല് ഏത് കയറ്റും കയറും. അപ്പൊ മൈലേജിന് ഷോർട്ട് കാണിക്കും. അപ്പൊ എക്സ്ട്രാ കറണ്ട് കയറിയാണ് ഒന്നുകൂടി പവർ കൊടുക്കണം മോട്ടറിന്. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ നമ്മളെ നാട്ടിലുള്ള ഏറ്റവും വലിയ കയറ്റം അറിയാം. ആ കാറ്റം ഞാൻ ഈ വണ്ടി 5 ആൾ വെച്ചിട്ടുണ്ട്. അതില്ലാതെ നോർമൽ ബൂസ്റ്റിലിട്ടുണ്ട്. 5 ആൾ ഓവറായി. 5 ആളും പണിക്കാർ പോകുമ്പോ സാധനം കാണാനൊക്കെ ഉണ്ടാവില്ല.
ആ കയറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ. നിങ്ങളിപ്പോ ഈ വണ്ടി ഇപ്പോ ആരെങ്കിലും പുതിയതായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമ്മളിവിടെ അത്രയും വണ്ടികൾ ഈ ഒരു 6 മാസം കൊണ്ട് ഇറങ്ങിയതുകൊണ്ടാണ്. പിന്നെ ആരും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് പറഞ്ഞാല് ഇത് മറ്റുള്ള വണ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോ ലാഭാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാന് സ്ത്രീകൾക്കാണ് ഇത് ഉപയോഗിക്കാൻ ഏറ്റവും സുഖം. നമ്മളവിടെ സ്ത്രീകൾ റിസ്ക് ഇല്ല. കാരണം ഒരു പണിയില്ലല്ലോ. ബൈക്ക് സ്കൂട്ടി അങ്ങനത്തെ വണ്ടി ഓടിക്കാൻ അത്രയും റിസ്ക് ഇല്ല. മറ്റുള്ള വണ്ടീന്റെ മാതിരി റിസ്ക് ഇല്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം സ്കൂട്ടി ഓടിക്കുന്ന മാതിരി ഓടിച്ചു പോവാം. പിന്നെ മറ്റുള്ള വണ്ടിന്റെ മാതിരി മെയിൻ്റെനൻസ് ആണെങ്കിൽ അത് തീരെയില്ല. മെയിൻ്റെനൻസ് തീരില്ല. പിന്നെ നിങ്ങളിപ്പോ മെയിൻ്റെനൻസ് തീരില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ഒരു ഡൗട്ടാണ് കേട്ടാ. ഇതിന്റെ ബാറ്ററിക്ക് എത്ര കമ്പനി പറയുന്നുണ്ട്? ബാറ്ററി ചാർജറിനൊക്കെ ബാറ്ററിക്ക് 5 വർഷത്തെ വാറണ്ടി പറയുന്നുണ്ട്. 5 വർഷത്തെ വാറണ്ടി. ചാർജർ 3 വർഷം. ബാറ്ററിക്ക് 5 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ. ഏതാണോ ആദ്യം വരുന്നത് അതിന്. ഓക്കെ. പിന്നെ വേറെന്താ പറയാനുള്ളത്? പിന്നെ ഇപ്പോ എന്താ വെച്ചാല് പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാല് ഇന്നിപ്പോ ഒരു പിന്നെ സ്വയം തൊഴിലായിട്ട് ഇറങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾ വളരെ കുറവാണ്. പിന്നെ ഈ കറണ്ട് വണ്ടി എടുത്ത് ഓടുമ്പോ ആ ഓടിയ പൈസ കയ്യിലുണ്ടാവും. ഇപ്പൊ ഒരു ഓട്ടോ ഡ്രൈവർ അല്ലായിരുന്നു. എത്ര ദിവസം എത്ര രൂപയ്ക്ക് ഓടുന്നുണ്ട്? ഞാൻ ഒരു ശരാശരി ഒരു 1000 രൂപ താഴെ എത്ര എനിക്ക് ബാക്കിയാവുന്നുണ്ട്? ബാക്കിന്റെ ഡീസലും കാര്യങ്ങളും കഴിച്ചാൽ ഒരു 500 രൂപേന്റെ ഉള്ളിലൊക്കെ ബാക്കി ഒന്ന് കൂട്ടുക. 500 രൂപേന്റെ ഉള്ളിൽ അല്ല അതിന്റെ മേലേക്ക് എന്തായാലും ബാക്കിയാവൂല. ഈ 800 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാല് എനിക്ക് 800 ബാക്കിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 50-60 രൂപേന്റെ കറണ്ട് ബില്ല് മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വളരെ കുറവാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അപ്പോ നമുക്ക് വല്ല വീഡിയോ ഉണ്ട്. അതിന്റെ ചെയ്താലോ? ഓക്കെ. അപ്പൊ എന്നാല് അടുത്തൊരു വീഡിയോക്ക് കാണും വരെ ഗുഡ് ബൈ.